ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിന്റെ ശക്തി. ജോസഫ് മർഫി ഈ പുസ്തകത്തിൽ പറയുന്നു, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഫലം കാണും. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ പലപ്പോഴും ഫലിക്കാത്തത്? കാരണം നമ്മൾ ശുദ്ധമായ ഹൃദയത്തോടും മനസ്സോടും കൂടി ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, കൂടാതെ ശരിയായ ടെക്നിക് പിന്തുടരുന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസത്തെ ആശ്രയിച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതികരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങളോടും ചിന്തകളോടുമാണ്. നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് ഉപബോധ മനസ്സിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികതയുണ്ടാകും. നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ മാജിക്കൽ കാര്യങ്ങൾ ആർക്കും സംഭവിക്കാം. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത്ര ശക്തി ഉപബോധ മനസ്സിനുണ്ട്. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരാൾ വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ വലിയ ധനികനാകുന്നതും മറ്റൊരാൾ വളരെ ദരിദ്രനാകുന്നതും? എന്തുകൊണ്ടാണ് ഒരാൾ നല്ല ആരോഗ്യവാനായിരിക്കുന്നതും മറ്റൊരാൾ പലപ്പോഴും രോഗിയാകുന്നതും? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ ഞങ്ങളുടെ വീഡിയോ ചിലപ്പോൾ അല്പം നീണ്ടേക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണേണ്ടത് പ്രധാനമാണ്. ശരി, നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഇരുമ്പ് ദണ്ഡിനെ കാന്തിക ശക്തിയുള്ളതാക്കിയാൽ അതിന് സ്വന്തം ഭാരത്തേക്കാൾ 10 ഇരട്ടി ഭാരം ഉയർത്താൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് കാന്തിക ശക്തി എടുത്തുമാറ്റിയാൽ അതിന് അത്രയും ഭാരം ഉയർത്താൻ കഴിയില്ല. ഇതുതന്നെയാണ് നമുക്കും സംഭവിക്കുന്നത്. കാന്തിക ശക്തിയുള്ള ആളുകൾ ആത്മവിശ്വാസമുള്ളവരാണ്. അല്ലാത്തവർ സ്വയം സംശയിക്കുകയും സ്വന്തം ഭാരം ചുമക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ശക്തമായ ഉപബോധ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ് എത്രത്തോളം ശക്തമാണെന്നാൽ ലോകത്തിലെ ഏറ്റവും ധനികനും വിജയിയുമായ വ്യക്തിയാകാൻ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കായി വഴിയൊരുക്കാൻ തുടങ്ങും. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ ഉപബോധ മനസ്സ്? നിങ്ങളുടെ ചോദ്യം ശരിയാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തചംക്രമണം തുടങ്ങി എല്ലാ അബോധപൂർവമായ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് ഉപബോധ മനസ്സ്. ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും കഴിയും. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക. അതെന്തുമാകാം. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനോ ബിസിനസ്സുകാരനോ ആകാം. ഉപബോധ മനസ്സിലേക്ക് ഈ സന്ദേശം അയക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടിവരില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കും. പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കൂ. മനസ്സിന്റെ ശബ്ദം എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ സുഹൃത്താക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും, മികച്ച ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്സുകാരനോ നിക്ഷേപകനോ ആകുക. ബിൽ ഗേറ്റ്സ്, മാർക്ക് സക്കർബർഗ് എന്നിവരൊക്കെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ഇത്രയും ധനികരും വിജയികളുമായി എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടില്ലേ? നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ ഒരു മാസ്റ്റർ ആകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുന്നതെന്തും ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക. ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ പരീക്ഷകൾ പോലും എളുപ്പത്തിൽ പാസ്സാകാം. ഉപബോധ മനസ്സ് നിങ്ങളുടെ ഏകാഗ്രതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും. മനസ്സിനെ മനസ്സിലാക്കാൻ നമുക്കതിനെ രണ്ടായി തിരിക്കാം: ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധമനസ്സ് നിങ്ങളുടെ യുക്തിപരമായ തലച്ചോറാണ്. അത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ബോധമനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ തലച്ചോറിന്റെ 10% ശക്തി ബോധമനസ്സിനും ബാക്കി 90% ശക്തി ഉപബോധ മനസ്സിനുമുണ്ട്. ഇവിടെയാണ് ആളുകൾക്ക് തെറ്റുപറ്റുന്നത്. ടോപ്പർമാരായവരും വലിയ വിജയം നേടിയവരും ബോധമനസ്സും ഉപബോധ മനസ്സും ഉപയോഗിക്കുന്നു, അതായത് 100%. എന്നാൽ പഠനത്തിലും കരിയറിലും പിന്നിലായവർ ബോധമനസ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് വെറും 10% മാത്രമാണ്. അതുകൊണ്ടാണ് അവർ വിജയിക്കാത്തത്. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ബോധമനസ്സ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുകയും ആ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉപബോധ മനസ്സ് ഒരു തീരുമാനവും എടുക്കുന്നില്ല. ബോധമനസ്സിന്റെ വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ, പഴയ ശീലങ്ങൾ എന്നിവ പിന്തുടർന്നാണ് അത് പ്രവർത്തിക്കുന്നത്. നിർദ്ദേശങ്ങളുടെ ശക്തി. നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾക്ക് ഈ ആശയം ഇങ്ങനെ മനസ്സിലാക്കാം: ഉപബോധ മനസ്സ് ഒരു വലിയ കപ്പലാണെങ്കിൽ
എവിടേക്ക് പോകണമെന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ക്യാപ്റ്റനാണ് നിങ്ങളുടെ ബോധമനസ്സ്. നിങ്ങളുടെ ബോധമനസ്സ് യുക്തിയും ന്യായവാദവും ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങളെ ഫിൽട്ടർ ചെയ്യുന്നു. അതേ വിവരങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. ഒരിക്കൽ വളരെ നല്ലൊരു ഗായികയായ ഒരു സ്ത്രീക്ക് ഒരു മത്സരമുണ്ടായിരുന്നു. അവൾ സ്റ്റേജിൽ കയറാൻ ഭയപ്പെട്ടിരുന്നു. സ്റ്റേജിലെ ഭയം കാരണം അവൾ ഒരിക്കൽ പരാജയപ്പെട്ടിരുന്നു. അതിനാൽ അവൾ പോസിറ്റീവ് അവകാശവാദങ്ങളുടെ സഹായം തേടി. ഞാനാണ് ഏറ്റവും മികച്ച ഗായിക, ഞാൻ സ്റ്റേജിൽ എന്റെ മികച്ച പ്രകടനം നൽകാൻ പോകുന്നു എന്ന് സ്വയം പറഞ്ഞു. ആ സ്ത്രീ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഫലം, ആ മത്സരത്തിൽ അവൾക്ക് 1ാം സമ്മാനം ലഭിച്ചു. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. എല്ലാ ചോദ്യങ്ങൾക്കും അതിൽ ഉത്തരമുണ്ട്. നിങ്ങളുടെ ശീലിച്ച ചിന്തകൾ, അതായത് നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ന്യൂറൽ പാറ്റേണുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശീലവും അത്ര എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് 5 മിനിറ്റ് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ തന്നെ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന രീതി ഞങ്ങൾ പറയാൻ പോകുന്നു. മൊബൈൽ ഗെയിമുകളിൽ നിങ്ങൾ കഥാപാത്രങ്ങളെ ഡിസൈൻ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് പുതിയ കഥാപാത്രങ്ങളെ നിങ്ങൾക്കായി ഡിസൈൻ ചെയ്യാൻ കഴിയും. ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിൽ നല്ലൊരു ഇടപെടലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ കഴിവുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ബോധമനസ്സും ഉപബോധ മനസ്സും ഒരുമിച്ച് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും നേടാം. എന്നാൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി സമയവും പ്രയത്നവും നൽകേണ്ടതുണ്ട്. ലളിതമായ ഭാഷയിൽ പറയാം, നമ്മുടെ ജീവിതത്തിൽ 2 തരം ലോകങ്ങളുണ്ട്. ഒരു ആന്തരിക ലോകവും ഒരു ബാഹ്യലോകവും. ആന്തരിക ലോകം നമ്മൾ രാവും പകലും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, മറ്റൊന്ന് ചെയ്യുന്നു. ഒരു പുതിയ പാട്ടിറങ്ങുമ്പോൾ നിങ്ങളത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പാട്ട് നിങ്ങളുടെ മനസ്സിൽ പല ദിവസങ്ങളോളം ഓടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ പാട്ട് മൂളാൻ തുടങ്ങും. ഇതാണ് ആന്തരിക ലോകം. രണ്ടാമത്തത് ബാഹ്യലോകമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബം, സ്കൂൾ എന്നിവയിൽ നിന്നാണ് ബാഹ്യലോകം വരുന്നത്. പലരും ബാഹ്യലോകത്തെ നോക്കി പ്രതികരിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ ലഭിക്കാത്തത്? എനിക്ക് വിധിച്ചിരിക്കുന്നത് നിർഭാഗ്യമാണ് എന്നിങ്ങനെ പലതും. സ്വന്തം ആന്തരിക ലോകത്തെയും ബാഹ്യലോകത്തെയും മനസ്സിലാക്കി സ്വയം നിയന്ത്രിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നു. അവർ 7ാം ആകാശത്തായിരിക്കും. അവർ അവരുടെ ജീവിതത്തിലെ രാജാക്കന്മാരാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് നമുക്കായി പല അത്ഭുതങ്ങളും ചെയ്യാൻ കഴിയും. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നു. രാത്രി വീട്ടിലെത്തിയ ശേഷം വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഒരു നിമിഷം, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉറങ്ങാൻ പോകുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇത് 24 മണിക്കൂറും 7 ദിവസവും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നതും നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്നതും അതാണ്. നമ്മുടെ ആത്മാവിന് നമ്മുടെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയും. അത് സമയത്തെയും സ്ഥലത്തെയും ആശ്രയിക്കുന്നില്ല. അതിന് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ. ഇവിടെ ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണം പറയാം. ഹിപ്നോട്ടിസത്തെക്കുറിച്ചും വിദഗ്ധർക്ക് എങ്ങനെ ആരെയും ഹിപ്നോട്ടൈസ് ചെയ്യാമെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ ഉപബോധ തലത്തെ നിയന്ത്രിക്കുന്നതിലൂടെ വിദഗ്ധർക്ക് ആളുകളെ റോസ്റ്ററോ ആയോധന കലാകാരന്മാരോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് യൂട്യൂബിൽ TEDx ഹിപ്നോട്ടിസം എന്ന് സെർച്ച് ചെയ്താൽ വിദഗ്ധർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഉപബോധ മനസ്സുമായി കളിക്കുന്നതെന്ന് കാണാൻ കഴിയും. സ്റ്റേജ് പെർഫോമൻസുകളിൽ ആളുകളെ നിയന്ത്രിക്കുന്നതിലൂടെ അവർ ദശലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ഇനി നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കാം. തീർച്ചയായും കഴിയും. അടുത്തിടെ നടന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരും നൂതന ചികിത്സകളും പരാജയപ്പെട്ടിടത്ത് ഈ അത്ഭുതം സാധ്യമായി. എന്തായിരുന്നു ആ അത്ഭുതകരമായ രോഗശാന്തി? വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു വീഴുകയും ഏതാണ്ട് എല്ലാ അസ്ഥികളും ഒടിയുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇനി സുഖം പ്രാപിക്കാൻ കഴിയില്ലെന്ന് എല്ലാ ഡോക്ടർമാരും പ്രതീക്ഷ കൈവിട്ടു. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് പല ഡോക്ടർമാരും വിശ്വസിച്ചു. എന്നാൽ ആ മനുഷ്യൻ ക്രിസ്മസ് ആകുമ്പോഴേക്കും താൻ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന് ശക്തമായ വിശ്വാസത്തോടെ മനസ്സിൽ തീരുമാനിച്ചു. അയാൾ ആരെയും ശ്രദ്ധിച്ചില്ല. മനസ്സിൽ ഒരു ചിന്ത മാത്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ക്രിസ്മസ് ദിവസം താൻ സ്വന്തം കാലിൽ നടന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം സങ്കല്പിച്ചുകൊണ്ടിരുന്നു. 8 മാസത്തോളം തുടർച്ചയായി ആ മനുഷ്യൻ ആ പോസിറ്റീവ് ചിന്ത മനസ്സിൽ സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ പൂർണ്ണമായ പോസിറ്റീവ് ചിന്തകളും വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ദിവസം ആ മനുഷ്യൻ സ്വന്തം കാലിൽ നടന്നു. 103 അസ്ഥികൾ ഒടിഞ്ഞ ഒരു മനുഷ്യൻ വെറും 8 മാസത്തിനുള്ളിൽ സ്വന്തം കാലിൽ നടന്നു. ഇതാണ് ഉപബോധ മനസ്സിന്റെ ശക്തി. നിങ്ങൾക്ക് ഈ കഥ വായിക്കണമെങ്കിൽ ഗൂഗിളിൽ മിറക്കിൾ മാൻ ദ സ്റ്റോറി ഓഫ് മോറിസ് ഗുഡ്മാൻ എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ഒരു ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ മാന്ത്രിക ശക്തികൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദേശം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എങ്ങനെ അയക്കാമെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കും. ഏതൊരു ശക്തമായ കാര്യത്തിനും ചില ബലഹീനതകളുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതറിയാമെങ്കിൽ കമ്പ്യൂട്ടർ ഹാക്കിംഗ് പോലെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ഹാക്ക് ചെയ്യാം. ആഗ്രഹിച്ച ഫലങ്ങൾ നേടാം.
രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പും രാവിലെ ഉണർന്നതിനു ശേഷവും ഈ മാന്ത്രിക ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ സന്ദേശം അയക്കാം. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പും ഉണർന്നതിനു ശേഷവും കൃത്യമായി നമ്മുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ സമയത്ത് സന്ദേശം നേരിട്ട് ഉപബോധതലത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ അവസാനത്തെ 5 മിനിറ്റ് വളരെ പ്രധാനമാണ്. കാരണം ഈ അവസാന 5 മിനിറ്റിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് 95% സജീവമായിരിക്കും. പകൽ സമയത്ത് ഇത് 75% മാത്രമേ സജീവമാകൂ. അതിനാൽ അവസാനത്തെ 5 മിനിറ്റിൽ നമ്മൾ നമ്മുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എന്തും നിയന്ത്രിക്കാനാകും. നിങ്ങളുടെ സന്ദേശം ഒരു പേപ്പറിൽ എഴുതുക, തുടർന്ന് അത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ഇതിനുശേഷം ഇത് റിപ്പീറ്റ് മോഡിലിടുക. ഫോൺ റിപ്പീറ്റ് മോഡിൽ ഇട്ടാലുടൻ ഫോൺ മാറ്റിവെച്ച് 10 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുകയും നിങ്ങൾക്ക് ഉറക്കം വരികയും ചെയ്യും. ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇയർഫോണിലൂടെ നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത സന്ദേശം കേൾക്കാൻ തുടങ്ങുക. പൂർണ്ണമായും റിലാക്സ്ഡായി അനുഭവിക്കുക. റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങളുടെ സന്ദേശം നിങ്ങൾ ആഴത്തിൽ ദൃശ്യവൽക്കരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നതുവരെ ഇത് ചെയ്യണം. അടുത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ രാത്രി അവസാന 5 മിനിറ്റിൽ നിങ്ങൾ നൽകിയ അതേ സന്ദേശം ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ദൃശ്യവൽക്കരിക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നു. ദൃശ്യവൽക്കരണം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉപബോധ മനസ്സിന് വികാരങ്ങളുടെ ഭാഷ മാത്രമേ മനസ്സിലാകൂ, യുക്തി മനസ്സിലാകില്ല. അതിനാൽ നിങ്ങൾ കാണുന്നതും ദൃശ്യവൽക്കരിക്കുന്നതുമായ കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കഴിയില്ല. കാരണം ഉപബോധ മനസ്സ് നിങ്ങളെ ചോദ്യം ചെയ്യില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബോധമനസ്സിന്റെ ജോലിയാണ്. അതിനാൽ എന്താണ് സത്യം, എന്താണ് കള്ളം എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനറിയില്ല. ഉപബോധ മനസ്സ് ഒരു കുട്ടിയെപ്പോലെയാണ്. നിങ്ങൾ പറയുന്നത് അതനുസരിക്കും. പുരാതന ജനത എങ്ങനെയാണ് മെന്റൽ ഹീലിംഗ് നടത്തിയിരുന്നത്? എങ്ങനെയാണ് അവർ വേഗത്തിൽ സുഖം പ്രാപിച്ചിരുന്നത്? അവർ 3 ഘട്ടങ്ങളുള്ള ഒരു ഫോർമുലയിൽ വിശ്വസിച്ചിരുന്നു. ആ ഫോർമുലയാണ് ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക, അതായത് ലഭിച്ചതായി അനുഭവിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ആ കാര്യം ലഭിക്കും. ഇത് എത്ര ലളിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ചോദിക്കുക, വിശ്വസിക്കുക, നേടുക. വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മിറക്കിൾ മാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ ഉപബോധ മനസ്സുപയോഗിച്ചതുപോലെ ഈ 3 ഘട്ടങ്ങളുള്ള ഫോർമുലയിലും നിങ്ങൾ ഒരു ചിന്തയിലും ദൃശ്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. നിങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉപബോധ മനസ്സിലേക്ക് അയക്കാത്തിടത്തോളം ആ കാര്യം നിറവേറ്റപ്പെടില്ല. ഇനി നമുക്ക് മെന്റൽ ഹീലിംഗിന്റെ പുതിയൊരു ടെക്നിക്ക് പഠിക്കാം. ലോസ് ഏഞ്ചൽസിലെ ഒരു സ്ത്രീക്ക് കൊറോണറി ത്രോംബോസിസ് ബാധിച്ചു. അവർ മരിക്കാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവർ പ്രാർത്ഥിച്ചു, ഞാൻ എവിടെയായിരുന്നാലും എന്റെ അമ്മയുടെ എല്ലാ പ്രാർത്ഥനകളും എന്റെ കൂടെയുണ്ട്. എന്റെ അമ്മ എന്റെ കൂടെയുണ്ട്. എന്റെ അമ്മ കൂടെയുള്ളിടത്തോളം കാലം എനിക്ക് അസുഖം വരില്ല. ആ സ്ത്രീയുടെ ചിന്തകളുടെ പ്രതിഫലനമായിരുന്നു അവരുടെ ശരീരം. അവർ പറഞ്ഞു, എന്റെ ചിന്തകൾ മാറ്റിയാൽ എന്റെ ആരോഗ്യം താനേ മെച്ചപ്പെടാൻ തുടങ്ങുമെന്ന് എനിക്കറിയാം. ഏതാനും ആഴ്ചകൾക്കുശേഷം ആ സ്ത്രീ സുഖം പ്രാപിച്ചു. അവർക്ക് ഒരിക്കലും ഒരു രോഗവും വന്നിട്ടില്ലാത്തതുപോലെ അവർ സുഖം പ്രാപിച്ചു. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ദൈവമായി കാണുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കാൻ കഴിയുന്ന ദൈവമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ അമ്മ. അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നു. അതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ വളർത്തിയെടുക്കാം. നിങ്ങൾ ഓറ ക്ലീനിംഗ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ശരീരത്തിലുടനീളം കൈ ചലിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിഷേധാത്മക വികാരങ്ങളും വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണിത്. അക്യുപ്രഷറും ആധുനിക വിദ്യകളും ഉപയോഗിച്ച് ക്ലയന്റുകളുടെ വേദന മാറ്റുന്ന ഓറ ക്ലീനിംഗ് തെറാപ്പിസ്റ്റുകളുമുണ്ട്. പ്രായോഗിക സാങ്കേതിക വിദ്യകൾ. യുക്തിപരമായി സാധ്യമായ നമ്മുടെ ആഗ്രഹം ബോധമനസ്സിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ബോധമനസ്സ് ആ അഭ്യർത്ഥന ഉപബോധ മനസ്സിലേക്ക് അയക്കുന്നു. ഞാൻ ജീവിതത്തിൽ വിജയിക്കുന്നു, ഞാൻ പഠനത്തിൽ മിടുക്കനാണ് എന്നിങ്ങനെ നിങ്ങളുടെ ബോധമനസ്സിൽ നിങ്ങൾ എത്രത്തോളം ആവർത്തിക്കുന്നുവോ കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് തലച്ചോറ് തുറക്കുകയും ആ വിവരങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുകയും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് എന്തും കാണുന്നതുപോലെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ ലക്ഷ്യം കാണുക. തികച്ചും വ്യക്തവും കൃത്യവുമായി നമ്മളത് മനസ്സിൽ കാണണം. കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇവിടെ ഒരു ഉദാഹരണം പറയാം. നിക്കോള ടെസ്ല ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തം നടത്തുന്നതിനു മുമ്പ് മനസ്സിൽ അതിന്റെ പൂർണ്ണമായ ദൃശ്യവൽക്കരണം നടത്തുമായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ ഭാവനയെ 3D റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ വിശദാംശങ്ങൾ കാണുമായിരുന്നു. അതുപോലെ നിങ്ങളും വ്യക്തമായ ഒരു ദൃശ്യവൽക്കരണം നടത്തണം. ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതുപോലെ നിങ്ങളായിത്തീരും. മെന്റൽ മൂവി മെത്തേഡ് കൂടുതലായും സെല്ലിംഗ് ബിസിനസ്സിലാണ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ സംതൃപ്തരാകണം. നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ നിശ്ചയിച്ച വില വാങ്ങുന്നയാൾക്ക് ഏറ്റവും മികച്ച വിലയാണെന്ന് ചിന്തിക്കുക. അതിനുശേഷം മനസ്സിനെ ശാന്തമാക്കുക. അല്പം വിശ്രമിക്കുക. എല്ലാ പ്രശ്നങ്ങളും വിട്ടുകളയുക. ഉറക്കത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരിക. ഉറക്കമില്ലായ്മ നിങ്ങളുടെ മാനസിക പരിമിതികളെ കുറയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ചെക്ക്
ചെക്ക് കയ്യിലുണ്ടെന്ന് ദൃശ്യവൽക്കരിക്കുക. പണം ലഭിച്ചതുപോലെ സന്തോഷം അനുഭവിക്കുക. ആ ചെക്കിന് നന്ദി രേഖപ്പെടുത്തുക. കാരണം ജീവിതത്തിൽ നന്ദിയുള്ള ഒരു മനുഷ്യന് അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു. നന്ദിയില്ലാത്ത മനുഷ്യനിൽ നിന്ന് അവനുള്ളതുപോലും എടുത്തുകളയപ്പെടും. ഇപ്പോൾ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞ് അത് വിട്ടുകളയുക. നിങ്ങൾ രാത്രി മുഴുവൻ ദൃശ്യവൽക്കരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പുനരവലോകനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ജീവിക്കുന്നത് വെറും 10% ജീവിതം മാത്രമാണ്. ബാക്കി 90% ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവുപോലുമില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ശ്രദ്ധ ആന്തരിക ലോകത്ത് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാഹ്യലോകത്തെ ജീവിതം ജീവിച്ചോ? ഇല്ലായിരിക്കാം. കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ കുടുങ്ങിപ്പോകുന്നു. എന്റെ ജീവിതം മോശമാണെന്ന് പറയുന്നു. എന്നാൽ അത് സത്യമല്ല. നിങ്ങളുടെ ശ്രദ്ധ ആന്തരിക ലോകത്താവുമ്പോൾ നിങ്ങൾക്ക് ആന്തരിക വികാരങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ ശ്രദ്ധ ബാഹ്യലോകത്താവുമ്പോൾ ബാഹ്യലോകത്തിന്റെ ഭംഗി നിങ്ങൾ കാണും. ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യൻ ക്ഷയരോഗം മാറ്റിയത് ഒരൊറ്റ അവകാശവാദത്തിലൂടെയാണ്. ഞാൻ പൂർണ്ണനും ശക്തനും സ്നേഹമുള്ളവനും സന്തോഷവാനും എന്നിൽ തന്നെ പൂർണ്ണനുമാണ്. ഈ അവകാശവാദം അദ്ദേഹത്തിന് വളരെ ശക്തമായി തോന്നി. അദ്ദേഹം പൂർണ്ണമായും സുഖം പ്രാപിച്ചു. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിലെ ഇനിയും പല രഹസ്യങ്ങളും വെളിപ്പെടുത്താനുണ്ട്. വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കാതെ അവസാനം വരെ കാണുക. നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എങ്ങനെ ലഭിക്കും? നിങ്ങളൊരു ടാക്സിയിലിരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ടാക്സി ഡ്രൈവറോട് ഇടയ്ക്കിടെ വഴി മാറ്റാൻ പറയുന്നു. നിങ്ങളുടെ തീരുമാനം കാരണം ഡ്രൈവർ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? ഇല്ലായിരിക്കാം. കാരണം നിങ്ങൾക്ക് എവിടേക്ക് പോകണമെന്ന് വ്യക്തമായ ധാരണയില്ല. നമ്മുടെ ഇച്ഛാശക്തിയല്ല, ഭാവനയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നിടത്തോളം നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ അവസാനം ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ എല്ലാ വഴികളും നിങ്ങൾക്കായി തുറക്കാൻ തുടങ്ങുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ സങ്കൽപ്പിക്കുന്ന കാര്യങ്ങൾ ദിവസവും തുടരുക. അച്ചടക്കം നിങ്ങളെ തുടർച്ചയായി പ്രവർത്തിക്കാൻ സഹായിക്കും. ഈ ഭൂമിയിൽ ജനിച്ച ആളുകൾ ബോധമനസ്സും ഉപബോധമനസ്സും ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ എന്തും നേടാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. ധനികനാകാൻ ഉപബോധ മനസ്സ് എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ ധനികനാണ്, ഞാൻ ലോകത്തിലെ ഏറ്റവും ധനികനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ധനികനാകില്ല. നിങ്ങൾ ഈ അവകാശവാദം പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ധനികനാകുന്നതിലാണ്. സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങൾ ബോധവാന്മാരാകുന്നു. ഈ അവകാശവാദം നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ ബിസിനസ് പ്ലാനുകളും പുതിയ ആശയങ്ങളും നൽകും. അത് നിങ്ങളെ ധനികനാക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അവകാശവാദങ്ങൾ പരാജയപ്പെടുന്നത്? ആളുകൾ ഞാൻ ഏറ്റവും ധനികനാണ് എന്ന് പറയുമ്പോൾ അവർ തങ്ങളോട് തന്നെ കള്ളം പറയുന്നതായി അവർക്ക് തോന്നുന്നു എന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. കാരണം നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ ഒരു വലിയ യുദ്ധം തുടങ്ങുന്നു. അതിനാൽ ഞാൻ എല്ലാ ദിവസവും എന്റെ ജോലി നന്നായി ചെയ്യുന്നു, ഞാൻ ഓരോ ദിവസവും ധനികനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ദിവസവും സ്വയം പറയുക. നിങ്ങളിത് ആവർത്തിച്ചാൽ നിങ്ങൾ കള്ളം പറയുന്നതായി നിങ്ങൾക്ക് തോന്നില്ല. സമ്പത്ത്, വിജയം, പോസിറ്റീവ് കാര്യങ്ങൾ എന്നിവയിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ ഗുണിക്കപ്പെടും. ഈ ഭൂമിയിൽ ജനിച്ചത് സന്തോഷിക്കാനും എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനുമാണ്. പണത്തിനു വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് മകനെ. പണമാണ് എല്ലാ തിന്മകളുടെയും വേര് എന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെപ്പോഴും സത്യമല്ല. നിങ്ങൾക്ക് പണം നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണോ അതോ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കണോ എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പണത്തെ തിന്മയായി തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവരും അതേയെന്ന് പറയും. ഒരു ലളിതമായ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ പാചകം ചെയ്യാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. അതിനാൽ വൈദ്യുതി അവർക്ക് നല്ലതാണ്. എന്നാൽ ഒരാൾ മറ്റൊരാളെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ വൈദ്യുതി ചീത്തയായോ? നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതിയാണ് അത് തീരുമാനിക്കുന്നത്. വൈദ്യുതി ന്യൂട്രലാണ്. നമ്മൾ അതിനെ നല്ലതോ ചീത്തയോ ആക്കുന്നു. അതുപോലെ പണവും നമ്മൾ നല്ലതോ ചീത്തയോ ആക്കുന്നു. എന്തുകൊണ്ടാണ് ചിലർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത്? കാരണം ആളുകൾ തങ്ങളെ ജീവനക്കാരായി കണക്കാക്കുന്നു, പുതിയ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നില്ല. അതിനാൽ അവരുടെ വരുമാനം സ്ഥിരമാണ്, അവർക്ക് യഥാർത്ഥ സമ്പത്ത് ലഭിക്കുന്നില്ല. ജീവിതത്തിൽ വിജയിക്കുന്നത് നിങ്ങൾക്ക് സത്യവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം നൽകുന്നു. നമ്മൾ ഓരോ ദിവസവും ആവേശത്തോടെ ഉണരുകയും നമ്മുടെ പക്കലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുകയും വേണം. നിങ്ങൾക്ക് 2 കണ്ണുകളുണ്ട്, ദൈവം തന്ന 2 കാലുകളുണ്ട്. ചിലർക്ക് അത്ര പോലും ഭാഗ്യമില്ല. നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കുക. ഉപബോധ മനസ്സുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം ആവേശത്തോടെ ജീവിക്കണം. ഗ്രന്ഥകാരൻ വിജയത്തിലേക്ക് നയിക്കുന്ന 3 ഘട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. 1. ആദ്യ ഘട്ടം, നിങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുക. ശുദ്ധമായ ഹൃദയത്തോടെ ഒരു ജോലി ഇഷ്ടപ്പെടുകയും അത് ചെയ്യുകയും ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്താൽ നിങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ധനികനായാലും വിജയിയായാലും എല്ലാവരും സ്വന്തം ജോലിയെ സ്നേഹിക്കുന്നു. പണം ലഭിച്ചില്ലെങ്കിൽ പോലും അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യും. 2. രണ്ടാം ഘട്ടം, നിങ്ങൾ ഒരു മേഖലയിൽ മാസ്റ്റർ വിദഗ്ധൻ ആകുക. ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു മേഖലയായിരിക്കണമത്. ഒരു മേഖലയിൽ മാസ്റ്റർ ആകാത്തിടത്തോളം
നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. മൂന്നാം ഘട്ടം, ഇത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ വിജയം മാത്രം കാണരുത്. സ്വാർത്ഥനായാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ആളുകളെയും വിജയിപ്പിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ. നിങ്ങളുടെ വിജയം മനുഷ്യരാശിക്ക് ഒരു വലിയ സംഭാവനയായിരിക്കണം. ഗ്രന്ഥകാരൻ ഒരു കഥ പറയുന്നു. ഒരിക്കൽ ടോഡ് എന്ന 16 വയസ്സുകാരൻ എന്റെ അടുത്തു വന്നു. അവൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാത്തിലും പരാജയപ്പെടുന്നു. ഞാനൊരു മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. സ്കൂൾ പഠനം നിർത്തണമെന്നും അല്ലെങ്കിൽ സ്കൂളുകാർ തന്നെ പുറത്താക്കുമെന്നും അവൻ കരുതി. ആ കുട്ടിയുടെ മനോഭാവമാണ് തെറ്റെന്ന് ഗ്രന്ഥകാരൻ കണ്ടെത്തി. അവൻ സ്വയം കുറച്ചു കാണുകയും മറ്റുള്ള കുട്ടികൾ തന്നേക്കാൾ മിടുക്കരാണെന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. പഠനത്തിൽ മിടുക്കനാകാൻ ഉപബോധമനസ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗ്രന്ഥകാരൻ അവനെ പഠിപ്പിച്ചു. രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പും രാവിലെ ഉണർന്നതിനു ശേഷവും ആവർത്തിച്ചു പറയേണ്ട ഒരു അവകാശവാദം ഗ്രന്ഥകാരൻ അവന് പറഞ്ഞുകൊടുത്തു. ആ വരികൾ ഇതായിരുന്നു: എന്റെ ഉപബോധമനസ്സിന് അതുല്യമായ ശക്തികളുണ്ട്. എന്റെ ഉപബോധമനസ്സ് എന്റെ ഓർമ്മയുടെ ഒരു കലവറയാണ്. ഞാൻ വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. എനിക്ക് മികച്ച ഓർമ്മശക്തിയുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്റെ ഉപബോധമനസ്സിലെ ശക്തികൾ എന്നെ പരീക്ഷകൾക്കായി തയ്യാറെടുപ്പിക്കുന്നു. എന്റെ അധ്യാപകർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എല്ലാ വിദ്യാർത്ഥികളും എന്നോട് നന്നായി സംസാരിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ കുട്ടിയുടെ ഇമെയിൽ ഗ്രന്ഥകാരന് ലഭിച്ചു. നന്ദി ഡോക്ടർ ജോസഫ് മർഫി. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഒന്നാമനാണ്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കുന്നു. എന്നോട് നന്നായി സംസാരിക്കുന്നു. ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഉപബോധമനസ്സ് ഉപയോഗിക്കുന്നത്? കെമിസ്ട്രിയിൽ ബെൻസീനിന്റെ രാസഘടനയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ബെൻസീൻ എങ്ങനെ കണ്ടെത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? ഫ്രെഡറിക് എന്ന രസതന്ത്രജ്ഞൻ ബെൻസീനിന്റെ ഘടന മനസ്സിലാക്കാൻ വളരെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഉപബോധമനസ്സിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ബെൻസീനിന്റെ രാസഘടന തനിക്ക് ലഭിച്ചുവെന്നും എല്ലാ രസതന്ത്രജ്ഞരും തന്നെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ഉപബോധമനസ്സിലേക്ക് സന്ദേശം അയക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാമ്പ് സ്വന്തം വാൽ തിന്നുന്ന ഒരു ചിഹ്നം അദ്ദേഹം കണ്ടു. രാസബന്ധനങ്ങളിൽ അത്തരം ചാക്രിക ബോണ്ടുകളുണ്ടാക്കിയാൽ ബെൻസീൻ റിംഗ് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ബെൻസീൻ റിംഗ് കണ്ടെത്തി. നിങ്ങളുടെ ഉപബോധമനസ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ, പ്ലാനുകൾ, ആരോഗ്യം, സമ്പത്ത്, വിജയം എന്നിവ നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുന്നു. അത് നമ്മുടെ ജീവിതത്തിന്റെ 1/3 തുല്യമാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴും ഉപബോധമനസ്സും അതിന്റെ അവയവങ്ങളും രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്നു. രാത്രിയിൽ നമ്മുടെ ഉപബോധമനസ്സിന് ഏത് രോഗത്തെയും വളരെ വേഗത്തിൽ സുഖപ്പെടുത്താൻ കഴിയും. കാരണം ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് ഇടപെടുന്നില്ല. രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ ബോധമനസ്സ് ദൈനംദിന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു സർവേ പ്രകാരം നമ്മൾ ഒരു ദിവസം 60,000 വ്യത്യസ്ത ചിന്തകൾ ചിന്തിക്കുന്നു. ഇത് ധാരാളം വികാരങ്ങൾക്ക് ജന്മം നൽകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉയർന്ന ബുദ്ധിശക്തിയുമായി നിങ്ങൾ ബന്ധപ്പെടുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത്. അതിനാൽ പ്രാർത്ഥന ഉറക്കം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ദൈനംദിന ശീലമായ ചിന്തകളാണ് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കേണ്ടതും വായിക്കേണ്ടതും. ഈ ശീലമായ ചിന്തകളുടെ ന്യൂറൽ പാറ്റേൺ നിങ്ങളുടെ ഉപബോധമനസ്സിൽ രൂപപ്പെടാൻ തുടങ്ങും. നിങ്ങൾ വിജയത്തിന്റെ കോണിപ്പടികൾ കയറാൻ തുടങ്ങും. ഉപബോധമനസ്സിന്റെ ശക്തി കൊണ്ട് നമുക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ആകർഷിക്കാൻ കഴിയും. തെറ്റായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലും സ്നേഹം വേണോ? നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് വസ്ത്രം മാറുന്നതുപോലെയാണ് ബ്രേക്കപ്പും പാച്ചപ്പും നടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള പങ്കാളിയെ വേണമെന്ന് ആദ്യം നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. അവർക്ക് എങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വപ്ന പങ്കാളിയെ ആകർഷിക്കാൻ കഴിയൂ. ഈ വ്യക്തത ലഭിച്ചാലുടൻ നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ ശക്തി ഉപയോഗിക്കുക. ഉപബോധമനസ്സിന്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷവാനായിരിക്കാൻ കഴിയും. ആന്തരിക ലോകത്തെക്കുറിച്ചും ബാഹ്യലോകത്തെക്കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഫോർമുല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ മനസ്സിൽ നടക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഉദാഹരണത്തിന്, എന്റെ മുഖം ഭംഗിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അതോർത്ത് വിഷമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം മോശമാകും. നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാനായിരിക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. നിങ്ങളുടെ ഉപബോധമനസ്സ് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൈപ്പേറിയതാക്കുന്നത്. ഉപബോധമനസ്സിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം. ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങണം. ആളുകൾ നിങ്ങളോട് നന്നായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും അവരോട് അതുപോലെ പെരുമാറണം. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കുക. എങ്കിൽ മാത്രമേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കൂ. ഗ്രന്ഥകാരൻ പറയുന്നു, എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നെഗറ്റീവ് തലക്കെട്ടുകളിലേക്കാണ് പോയിരുന്നത്.
രാവിലെ തന്നെ അദ്ദേഹത്തിന് വിഷമം തോന്നുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി. ഡോക്ടർ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളുടെ ഫലമാണ്. അതിനാൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വാർത്തകളോ കാര്യങ്ങളോ വായിക്കരുത്. സൈക്കോ അനാലിസിസിന്റെ സ്ഥാപകൻ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, സ്നേഹിക്കാൻ കഴിവില്ലാത്തിടത്തോളം നിങ്ങൾ രോഗിയായി തുടരുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്നേഹമെന്നാൽ മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുക, പരസ്പരം വിശ്വസിക്കുക, ബഹുമാനം നൽകുക എന്നതാണ്. നിങ്ങൾ എത്രത്തോളം സ്നേഹം നൽകുന്നുവോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. കർമ്മനിയമവും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ബാഹ്യലോകത്തിന് എന്താണോ നൽകുന്നത് അതുതന്നെ നിങ്ങൾക്കും സംഭവിക്കും. നമ്മൾ ആളുകളോട് ക്ഷമിക്കാൻ പഠിക്കണം. സമാധാനപരമായ ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ പഠിക്കണം. കാരണം നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങൾ പോസിറ്റിവിറ്റിയെ ആകർഷിക്കുകയും നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടുകയും ചെയ്യും. ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണത്തിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം. ജോൺ എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ജോലിക്ക് പോകുമായിരുന്നു. ആളുകൾക്ക് തന്റെ കൂടെയിരിക്കാൻ ഇഷ്ടമല്ലെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ആരോ അബദ്ധത്തിൽ അദ്ദേഹത്തെ തള്ളി. മറ്റൊരാൾ അബദ്ധത്തിൽ ജോണിന്റെ ദേഹത്ത് കാപ്പിയൊഴിച്ചു. അന്നുമുതൽ ജോൺ മറ്റുള്ളവരെക്കുറിച്ച് തന്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചു. അദ്ദേഹത്തിനുള്ളിൽ സങ്കടം തോന്നി. സഹപ്രവർത്തകർ അദ്ദേഹത്തോട് മിണ്ടാത്തത് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ഫലം മാത്രമായിരുന്നു. എന്നാൽ സാരമില്ല, ഇതൊക്കെ സംഭവിക്കാം. ആ മനുഷ്യൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കാപ്പി തുളുമ്പിയത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിലോ. ഇതുപോലെ ആളുകളോട് ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. ഏതൊരു രോഗിക്കും ആളുകളോട് ക്ഷമിക്കുന്നത് ഒരു മരുന്ന് പോലെ പ്രവർത്തിക്കും. ആരോടാണ് ക്ഷമിക്കേണ്ടതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. ഗ്രന്ഥകാരൻ പറയുന്നു, ആദ്യം നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കുന്നു. ആ നെഗറ്റീവ് ഇമേജ് കാരണം നമുക്ക് വിഷമം തോന്നുന്നു. ആളുകളോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് അവകാശവാദങ്ങൾ ഉപയോഗിക്കാം. ആദ്യം മനസ്സ് ശാന്തമാക്കുക. എന്നിട്ട് പറയുക, ശാന്തമായ മനസ്സോടും നല്ല ഹൃദയത്തോടും കൂടി ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. അടുത്ത തവണ ഞാൻ അവരോട് നന്നായി പെരുമാറും. ഞാൻ ആരോടാണോ നന്നായി പെരുമാറുന്നത് അവർ എന്നോടും നന്നായി പെരുമാറുന്നു. ഇപ്പോൾ എനിക്ക് നല്ലത് തോന്നുന്നു. ഈ അവകാശവാദം പറഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെയാണ് നമ്മുടെ മാനസിക തടസ്സങ്ങളെ, അതായത് പരിമിതികളെ നീക്കം ചെയ്യുന്നത്? പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനും പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും പഠിച്ചാൽ നമുക്ക് നമ്മുടെ മുഴുവൻ കഴിവുകളിലേക്കും എത്താൻ കഴിയും. ശീലം എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അത് എങ്ങനെ തകർക്കാമെന്നും നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾക്കൊരു ചീത്ത ശീലം ഉപേക്ഷിക്കണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. ക്യൂ, റൂട്ടീൻ, റിവാർഡ്. ക്യൂ എന്നാൽ ഏതൊരു ശീലത്തിന്റെയും ട്രിഗറാണ്. ഈ ട്രിഗർ ലഭിക്കുമ്പോൾ നിങ്ങൾ ശീലിച്ച കാര്യം ചെയ്യുന്നു. ട്രിഗർ ലഭിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതാണ് റൂട്ടീൻ. ഒരു ലളിതമായ ഉദാഹരണമെടുക്കാം. സിഗരറ്റ് വലിക്കുന്ന ഒരാളുണ്ട്. ആദ്യം അയാൾക്കിപ്പോൾ സിഗരറ്റ് വലിക്കണം എന്നൊരു ട്രിഗർ ലഭിക്കും. ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ സുഹൃത്തുക്കളുടെ കൂടെയായിരിക്കുമ്പോഴോ ട്രിഗർ ലഭിക്കാം. അപ്പോൾ അയാൾ സിഗരറ്റ് വലിക്കുന്നു. അതാണ് റൂട്ടീൻ. അതിനുശേഷം റിവാർഡ് വരുന്നു. സിഗരറ്റ് വലിച്ചതിനു ശേഷം അയാൾക്ക് ലഭിക്കുന്നതാണ് റിവാർഡ്. നിക്കോട്ടിന്റെ അളവ് അയാൾക്കൊരു റിവാർഡാണ്. അത് അയാളെ റിലാക്സ് ചെയ്യിക്കുന്നു, കുറച്ചു നേരത്തേക്ക് നല്ല അനുഭവം നൽകുന്നു. നമ്മൾ ഈ സാഹചര്യം ഒഴിവാക്കുകയും മനസ്സിനെ വഴിതിരിച്ചുവിടുകയും വേണം. ഉപബോധ മനസ്സിന്റെ സഹായത്തോടെ ഏതൊരു ഭയത്തെയും നമുക്ക് എങ്ങനെ മാറ്റാം? പലപ്പോഴും നമ്മൾ എന്തിനെയെങ്കിലും ഭയപ്പെടുന്നു. ചിലർക്ക് മരണത്തെ ഭയമാണ്, ചിലർക്ക് പങ്കാളി ഉപേക്ഷിക്കുമോ എന്ന ഭയമാണ്. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു കുട്ടി നീന്തൽക്കുളത്തിന് സമീപം കളിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ നീന്തൽക്കുളത്തിൽ വീണു. അന്നുമുതൽ ആ കുട്ടിക്ക് വെള്ളം വലിയ ഭയമായി. ആ കുട്ടിയുടെ അമ്മ അവനെ ഗ്രന്ഥകാരന് പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, മോനെ, മനസ്സ് ശാന്തമാക്കി 1 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കൂ. എന്നിട്ട് നീ നീന്തുന്നതായി സങ്കൽപ്പിക്കുക. സങ്കൽപ്പിക്കുന്നതിനിടയിൽ കുട്ടിക്ക് അല്പം പേടി തോന്നി. എന്നാൽ 2-3 തവണ ചെയ്തപ്പോൾ കുട്ടിക്ക് ആശ്വാസം തോന്നിത്തുടങ്ങി. വെള്ളം തണുത്തതാണെന്നും വെള്ളത്തിൽ തന്റെ ശരീരം വളരെ ഭാരം കുറഞ്ഞതായും കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ കുട്ടിയുടെ ഭയം മാറി. വെറും 2 മാസത്തിനുള്ളിൽ അവൻ നീന്താൻ പഠിച്ചു. അതുപോലെ നിങ്ങൾക്കും ഏത് ഭയവും മാറ്റാൻ കഴിയും. ജീവിതകാലം മുഴുവൻ പൂർണ്ണ ഊർജ്ജത്തോടെ എങ്ങനെ ജീവിക്കാം എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. കാലക്രമേണ പക്ഷേ നിങ്ങളുടെ ആത്മാവ് വയസ്സാവില്ല. നിങ്ങളുടെ ആത്മാവാണ് ഉപബോധ മനസ്സ്. അതിനാൽ നിങ്ങൾക്ക് ഈ അവകാശവാദം ദിവസവും ആവർത്തിക്കാം. ഞാൻ ഓരോ ദിവസവും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ശരീരത്തിന് ധാരാളം ഊർജ്ജം ലഭിക്കുന്നു. ദിവസവും പലതവണ ഇത് ആവർത്തിക്കുക. ഉപബോധ മനസ്സിന്റെ മാന്ത്രികത നിങ്ങളെ കൂടുതൽ ചെറുപ്പമാക്കും. നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ച് പുതിയതെന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ മോട്ടിവേഷൻ സ്ഥിരമായി വർദ്ധിപ്പിക്കുന്നു.